അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഉസ്താദ് പറയുന്ന ഒരു കാര്യം പറയുന്ന ഒരു പ്രസംഗത്തിൻ്റെ സ്റ്റേജിലാണ് അദ്ദേഹം പറയുന്നത്. അതിനെ കേൾക്കുക. കാര്യം റഹ്മത്തുള്ള കാസിമിയുടേതാണ്. അതിനെ കേൾക്കാം, പിന്നെ സംസാരിക്കാം. സുന്നത്ത് ജമാഅത്തിന്റെ ആളാണ് ഞങ്ങളെന്ന് പറയുന്ന സമസ്തയുടെ സ്റ്റേജിൽ കയറിയിട്ട് പ്രസംഗിക്കുന്ന ഒരു ഖുർആൻ പ്രഭാഷണക്കാരനായ ഒരാള്, സുഹൃത്തുക്കളെ, വടക്കേ ഇന്ത്യയിൽ നിന്ന് ബിരുദമെടുത്ത ഒരാള്, അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു, അലി ഇബ്നു അബീ താലിബിനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ബഹുമാനം, ഉമർ ഇബ്നു ഖത്താബിനേക്കാൾ ബഹുമാനം അലി ഇബ്നു അബീ താലിബിനാണെന്ന് പറയുന്നു. ഞാനത് കേട്ടപ്പോൾ ഞാനതിനെ ചോദ്യം ചെയ്തില്ല. ഞാൻ വിചാരിച്ച് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തങ്ങളാണ് എന്നായിരിക്കാം ആ പറഞ്ഞതിന്റെ മാന, നബി കുടുംബത്തിലാണെന്നായിരിക്കാം എന്ന് മനസ്സിലേക്ക് ഞാനത് വിമർശിക്കാൻ പോയില്ല. പക്ഷെ ഈ അടുത്ത് അതാ ഞാൻ കേൾക്കുകയാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ഒരാൾ ചോദിക്കുന്നു, നിങ്ങൾ ആ പ്രഭാഷണം ഷിയാ വിശ്വാസമാണെന്ന് വിമർശനമുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറയാണ്, അത് ഷിയാ വിശ്വാസമൊന്നുമല്ല, ഞാൻ ഉറച്ചു നിൽക്കുകയാണ്, സിദ്ദീഖുൽ അക്ബറിനേക്കാൾ ബഹുമാനം അലി ഇബ്നു അബീ താലിബിനാണ്. ചോദിക്കട്ടെ, അത് ഏത് സുന്നത്ത് ജമാഅത്താണ്, ഏത് സമസ്തയാണ്? ബഹുമാനമുള്ളവരെ, ഇവിടെ റഹ്മത്തുള്ള കാസിമിയുടെ ഒരുപാട് പൊട്ടത്തരങ്ങളാണ്. ഇദ്ദേഹം ഒരു കാലത്ത് ജ്യൂസ് കുടിക്കരുത്, അത് ജ്യൂസ് ഉണ്ടാക്കിയ ജ്യൂസായത് കൊണ്ട് ജ്യൂസ് കുടിക്കരുത് എന്ന് പറഞ്ഞ ഒരാളാണ്. അതുപോലെ ഒരുപാട് പൊട്ടത്തരങ്ങളാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണ്. ഇതുപോലെയാണ് ഈ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ. ഒരു പണ്ഡിതൻ ഇതുപോലെയുള്ള പൊട്ടത്തരങ്ങളോ അവിവേകങ്ങളോ സംസാരിച്ചാൽ, അതല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ അതുപോലെ ആയാൽ ഇതുപോലെ പ്രതികരിക്കണം സഹോദരന്മാരെ. അദ്ദേഹം എന്താണ് പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ 2-3 പൊട്ടത്തരങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. അദ്ദേഹം പറയുന്ന എല്ലാം ഇതുപോലെയുള്ള അബദ്ധങ്ങളാണ്. അദ്ദേഹത്തിന് ഒരു മൈക്ക് കിട്ടിയാൽ മതി, ഒരു സ്റ്റേജ് കിട്ടിയാൽ മതി. അതുപോലും 2-3 പൊട്ടത്തരങ്ങളെ കേൾക്കണം സഹോദരന്മാരെ. പിന്നെ അല്പം സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അരി എത്രയെന്ന് നോക്കുമ്പോൾ പയറഞ്ഞായി എന്ന മറുപടി. അരി എത്രയെന്ന് വെച്ചാൽ പയറഞ്ഞായി എന്ന മറുപടി. നിങ്ങൾ പറയുന്നതിന്റെ മറുപടി ഞാൻ പിന്നീട് പറയും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാ നിങ്ങൾ ഇപ്പോൾ കലക്കുന്ന വിഷത്തിന് റഹ്മത്തുള്ളാഹിന്റെ കയ്യിൽ മറുപടി ഇല്ല. പക്ഷേ നിന്റെ വിഷയത്തിന് ഞാൻ തെറ്റാൻ പോണില്ല. എന്റെ വാപ്പാ ഞങ്ങൾ കുറ്റം പറഞ്ഞാൽ ഇപ്പൊ മറുപടി പറയില്ല. എനിക്ക് നിങ്ങളെ നന്നാക്കണ പണിയാ, നിങ്ങളെ നന്നാക്കിയേ ഞാൻ അടങ്ങും. അല്ലെങ്കിൽ ഇത് മുസ്ലിം ഉമ്മത്തിന് നിങ്ങളുടെ മേൽ പരലോകത്തിൽ തെളിവായിരിക്കും ഈ പ്രഭാഷണം. നിങ്ങളൊരു പച്ച നോണ ലോകത്തെ മഹാന്മാർക്ക് പരിചയമില്ലാത്തൊരു പുതിയ ഒരു യൂട്ടോപ്യൻ സിദ്ധാന്തം ഉണ്ടാക്കി കൊണ്ടുവരാം. നിങ്ങളൊരു തൗഹീദ്, എന്നിട്ട് തന്നെ അതിമങ്ങൾ കഷ്ണങ്ങളായി, എന്നിട്ട് ലോകത്തെ ആളുകളൊക്കെ കൊല്ലാൻ പിരിക്കുക. നിങ്ങളല്ലാത്തവരെ മുഴുവൻ കൊല്ലുക. നിങ്ങളുടെ തന്നെ പുസ്തകത്തിലുണ്ട്, നിങ്ങൾ പറയുന്ന പുസ്തകത്തിലുണ്ട്, ഞങ്ങൾ പെട്ടെന്ന് കൊല്ലൂല, ഞങ്ങൾ ആദ്യം വഹാബിയാകണമെന്ന് പറയും. അത് സമ്മതിച്ചിട്ടില്ല, കൊല്ലുള്ളൂ. തൊപ്പിട്ട് നടക്കുന്ന ഒരു മുസ്ലിം എം പി ഉണ്ട്, അയാൾ വഹാബിയാണ്. കേരളത്തിൽ തൊപ്പിട്ട് നടക്കുന്ന ഒരു മുസ്ലിം എം പി ഉണ്ട്. സമയം കുറച്ചും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ പേര് പറയും. ഇനി നിങ്ങൾക്ക് പേര് പറയേണ്ടി വരും. അയാൾ കള്ള വഹാബിയാണ്. അയാളെ സൂക്ഷിക്കുക. തികഞ്ഞ വഹാബിയാണ്, തനി വഹാബിയാണ്. അയാളെ കയറൂരി വിട്ടാൽ അയാൾ സുന്നത്യമായിട്ട് പല സുന്നി പ്രവർത്തകന്മാരും അയാളെ ക്ലാസ്സിൽ പോയി വഹാബികളായ അനവധി അയാൾ കള്ള വഹാബിയാണ്. അയാളെ കേരളത്തിൽ നിന്ന് ബഹുമാനപ്പെടുന്ന അവസ്ഥ. മര്യാദ പഠിപ്പിച്ചോളി. ഇവനൊക്കെ നമ്മൾ വോട്ട് ചെയ്ത് ഇവനെ എം പി ആക്കാം. എന്നിട്ട് ഇവനെന്താ പണി? ഡൽഹിയിലേക്ക് പണിയൊന്നുമില്ല. ഡൽഹിയിലേക്ക് കീഴ്വായി വിട്ട് കിടക്കുന്ന പണിയുള്ളൂ. ഇവിടെ വന്നിട്ട് വഹാബി ഉണ്ടാക്കുക. ഈ ജാതി മദീനത്ത് പോയി മരിക്കണമെന്ന് ചില ആളുകളും ആഗ്രഹിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് മദീന മൂത്തേടത്തേക്ക് വരണം എന്നാണ്. മദീന മൂത്തേടത്തേക്ക് എത്തിച്ചേരും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എന്തുകൊണ്ട് മദീന എന്നത് മദീനയാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ആയുസ് ചെലവഴിച്ചത്. മദീനയുടെ മഹത്വം പറയാൻ വേണ്ടിയാണ് കൂടുതൽ ശത്രുക്കളെ സമ്പാദിച്ചത്. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ മദീന മൂത്തേടത്ത് വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇൻഷാ. സഹോദരന്മാരെ, മനസ്സിലായല്ലോ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള കാസിമിയുടെ അവസ്ഥ. അദ്ദേഹം ഈ സ്റ്റേജ് കിട്ടിയാൽ അദ്ദേഹം
മൈക്ക് കിട്ടിയാൽ അദ്ദേഹം സംസാരിക്കുന്നത് ഇത് രീതിയിലാണ്. അതുകൊണ്ട് നല്ലൊരു സമയോചിതമായി പേരോട് ഉസ്താദ് പ്രതികരിച്ചത് വളരെ സ്വാഗതാർഹമാണ്. ഈ രീതിയിലാണ് അത് ആരാണെങ്കിലും, ഇനിയിപ്പോൾ GK സമസ്തയുടെ ആളാണെന്നല്ല, ഏത് പണ്ഡിതൻ അവിവേകം പറയുന്നോ, അവിവേകം ചെയ്യുന്നുണ്ടോ, അനാവശ്യങ്ങൾ പറയുന്നുണ്ടോ അവിടെ പ്രതികരിക്കാൻ പണ്ഡിതന്മാർ വരണം. നമ്മളെപ്പോലെയുള്ളവരല്ല. നമ്മളെപ്പോലെയുള്ള സംസാരിക്കാൻ കാരണം പണ്ഡിതന്മാരെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ പേരോട് ഉസ്താദ് ചെയ്ത കാര്യം വളരെ നന്നായിരിക്കുന്നു, സ്വാഗതമാണ്. അതുകൊണ്ട് ബഹുമാനമുള്ളവരെ, ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ സ്റ്റേജ് കൊടുക്കാതെ എവിടെയെങ്കിലും ഒരു അകത്തിരുത്തി സംസാരിപ്പിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ ഓരോ പള്ളികളുടെ അടുത്ത് പോയി ഇതുപോലെയുള്ള പരസ്യമായിടുന്ന വീഡിയോകൾ പരസ്യമായി യൂട്യൂബിൽ അതിനെ അപ്ലോഡ് ചെയ്യുന്നത്, ഇതെല്ലാം ചെയ്യാൻ പാടില്ല. ഇദ്ദേഹം ഖുർആൻ ക്ലാസ് എടുക്കുന്ന, സ്റ്റഡി ക്ലാസ് എടുക്കുന്ന ആളാണ്. അതുമാത്രം ചെയ്തുകൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് പള്ളി, മദ്രസ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.